വിഷുവൊക്കെ അല്ലേ, സദ്യ വിളമ്പുമ്പോൾ ഇലയുടെ അറ്റത്ത് ഇതുപോലൊരു പച്ചടി കൂടി ഉണ്ടെങ്കിലോ, നമുക്കിതൊന്ന് തയ്യാറാക്കിയാലോ. ഇതിനായിട്ട് ഞാൻ 2 പഴുത്ത ഏത്തക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായി പഴുത്ത ഏത്തക്ക എടുക്കണം. തൊലി കളഞ്ഞ് 4ആയിട്ട് കീറി ഇതുപോലൊന്ന് ചെറുതായിട്ട് നുറുക്കിയെടുത്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് വേകാനായിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്കൊരു അരപ്പാണ് വേണ്ടത്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി തേങ്ങ, 2 ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമ്മുടെ ഏത്തക്ക വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേകാൻ വേണ്ടിയാണ് നല്ല പഴുത്ത ഏത്തക്ക എടുക്കാൻ പറഞ്ഞത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊടിച്ച ശർക്കര ഇതിലങ്ങനെ അഴുക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ ചേർത്തത്. നിങ്ങളുടെ ശർക്കരയിൽ സാധാരണ അഴുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതേ തീയിൽ തന്നെ ഇരുന്ന് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ അരപ്പ് കൂടി ഒന്ന് വെന്ത് കിട്ടും. ഇനി അരപ്പ് നന്നായി വെന്തതിന് ശേഷം നമുക്കൊന്ന് വാങ്ങി ആറാനായിട്ട് വെക്കാം. കൈ തൊടുമ്പോൾ പൊള്ളാത്ത രീതിയിൽ വരുന്ന ഒരു ചൂടില്ലേ, ആ ഒരു പരുവാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ശകലം പുളിയുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളി ഒട്ടുമില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെയും ചേർത്ത് കൊടുക്കാം. ഇത് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. മിക്സിയിൽ അടിക്കരുത്, ഒരുപാട് വെള്ളമായി പോകും. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കടുക് വറുത്ത് താളിക്കുന്നുണ്ട്. കടുക് വറുക്കുമ്പോൾ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്താണ് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് കടുക് വറുത്ത് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് ഇലയുടെ അറ്റത്തേക്ക് ചേർത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. ഈ വിഷുക്കാലത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൂടി തരണം. ഇതുപോലൊരു സൂപ്പർ റെസിപ്പിയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.